ഒരു പെന്തക്കോസ്ത് പാസ്റ്ററിൻ്റെ മകനാണ് ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു മത തീവ്രവാദിയായിരുന്നു, മതപരിവർത്തനത്തിന് വേണ്ടി 7-8 വർഷം നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എൻ്റെ വാഗൊണ്ട് യേശു മാത്രമാണ് ശരി, മറ്റു മതങ്ങളെല്ലാം തെറ്റാണ്, പെന്തക്കോസ്ത് ആവണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഞാൻ പറയാൻ പോകുന്നത് എന്നെപ്പറ്റി തന്നെയാണ്. ദി ഡാർക്ക് പാസ്റ്റ് ഓഫ് മൈ ലൈഫ്. എനിക്ക് 28 വയസ്സുണ്ട്. ഞാൻ ജനിച്ചത് തന്നെ ഒരു പെന്തക്കോസ്റ്റ് ഫാമിലിയിലെ ഒരു പാസ്റ്ററിൻ്റെ മകനായിട്ടാണ്. അതായത് ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ്, അതായത് IPCയുടെ ഒരു പാസ്റ്ററിൻ്റെ മകനായിട്ട്. ജനിച്ചു വീണ അന്ന് മുതൽ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ദൈവവേലയ്ക്ക് വേണ്ടി പട്ടിണി, സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ പൈസയില്ല, വീടിന് വാടക കൊടുക്കാൻ പൈസയില്ല, സ്വന്തമായിട്ട് വീടില്ല, വരുമാനമില്ല, ഒന്നും നേടിയിട്ടില്ല, സമ്പാദിച്ചിട്ടില്ല, സേവിങ്സ് ഇല്ല, ഒരു തേങ്ങയും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആ അവസ്ഥയിൽ നിന്ന് വളർന്നു വന്നതാണ് ഞാൻ. ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഞാനുണ്ടായത് ആ ഒരു അവസ്ഥയിൽ നിന്നാണ്. അതിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് പറയല, ചില കാര്യങ്ങൾ ഇനിയെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇനിയുള്ള ആളുകൾ പോലും ഈ ട്രാപ്പിൽ പെട്ടുപോകും. ഈ വീഡിയോ ഒരിക്കലും ഒരു പെന്തക്കോസ്തുകാരനെ, ഒരു ക്രിസ്ത്യാനിയെ, ഒരു മതത്തിൽപ്പെട്ട ആളെയും നിരീശ്വരവാദിയാക്കാൻ വേണ്ടിയല്ല. ചില സത്യങ്ങൾ തുറന്നു പറയേണ്ട സമയമായതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഏകദേശം 8-9 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ബീഹാറിലേക്ക് പോകുന്നത്. ബീഹാറിലേക്ക് പോകാൻ വേണ്ടി ഒരു കാരണമുണ്ട്. DYFIയുടെ ജാഥയ്ക്ക് പോകുന്ന സമയത്ത് എൻ്റെ വീട്ടുകാരോ ചർച്ചുകാരൊക്കെ കണ്ടിട്ട് ഇവൻ പാർട്ടി പ്രവർത്തനത്തിലായി പോകുമെന്ന പേരിൽ എന്നെ ഇവിടുന്ന് നാട് കടത്തിയതാണ് ബീഹാറിലേക്ക്. എന്തിന് ബീഹാറിലേക്ക് പോയതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഏകദേശം 5 വർഷത്തോളമായിട്ട് എൻ്റെ പിതാവ് അവിടെ ചർച്ചിലെ പാസ്റ്ററാണ്. വെറും പാസ്റ്ററല്ല, മതപരിവർത്തനത്തിന് നേതൃത്വം നയിക്കുന്ന ഒരു പാസ്റ്റർ. അവിടെ വലിയൊരു ഓർഗനൈസേഷനുണ്ട് ഈ മതപരിവർത്തനത്തിന് വേണ്ടി. അതിൽ വൺ ഓഫ് ദി പാസ്റ്ററാണ് എൻ്റെ ഫാദർ. നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന കയ്യടിയും ഹല്ലേലൂയ സ്തോത്രവും പരിപാടികളൊന്നും അല്ല നോർത്ത് ഇന്ത്യയിൽ. അവിടുത്തെ പാസ്റ്റേഴ്സിൻ്റെ ഡ്യൂട്ടീസും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തെ പാസ്റ്റേഴ്സ് എന്താണ്, ഇവിടെ കിട്ടുന്ന വിശ്വാസികളെല്ലാം ചർച്ചിൽ കൂട്ടിയിരുത്തി അവരെല്ലാം കൂടെ പ്രാർത്ഥിച്ച് അവരുടെ വീടുകളിലൊക്കെ പോവുക, അവരുടെ കല്യാണത്തിന് പോയി പ്രസംഗിക്കുക, അവരുടെ വീടുകളിലെ പ്രാർത്ഥനയ്ക്കൊക്കെ പോവുക, ഇതൊക്കെ പരിപാടികളല്ലേ. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത് സുവിശേഷ വേലയാണ്. ആ സുവിശേഷ വേല എന്താണെന്ന് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. സുവിശേഷ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനിറ്റിയിലില്ലാത്ത, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് വിഭാഗത്തിലില്ലാത്ത, ആ വിശ്വാസത്തിലേക്ക് വരാത്ത ആളുകളെ, അന്യമതസ്ഥരെ, അന്യവിഭാഗക്കാരെ ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. അല്ലെങ്കിൽ ആ പരിപാടിക്ക് പറയുന്ന, ആ ഡ്യൂട്ടിക്ക്, ആ ജോലിക്ക് പറയുന്ന പേരാണ് സുവിശേഷ വേല. അതായത് യേശുക്രിസ്തുവിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് ആളുകളെയൊക്കെ വശീകരിച്ച് അവരെ ക്രിസ്ത്യാനിയാക്കുക, പെന്തക്കോസ്താക്കുക. അതായത് പച്ചയായി പറഞ്ഞാൽ തീവ്രവാദം. നമ്മൾ പല മതങ്ങളെപ്പറ്റിയും പറയാറുണ്ട്. RSS തീവ്രവാദി, ഹിന്ദുമത തീവ്രവാദി, ശിവസേന തീവ്രവാദി, ഇസ്ലാം മതം തീവ്രവാദി, ISIS തീവ്രവാദി, താലിബാൻ തീവ്രവാദം, അങ്ങനെ കുറേ തീവ്രവാദത്തെപ്പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പെന്തക്കോസ്ത് വിഭാഗം ഒരു തീവ്രവാദ സംഘടനയാണ്, അല്ലെങ്കിൽ തീവ്രവാദം നടത്തുന്ന ഒരു സംഭവമാണ്. അതായത് വർഗീയപരമായിട്ടുള്ള തീവ്രവാദം. ഞാൻ പറയുന്നത് തീവ്രവാദമാണ്, അല്ലാതെ ഭീകരവാദമല്ല. അതങ്ങനെ പറയാൻ കാരണം എല്ലാ പെന്തക്കോസ്തുകാരുടെയും വിചാരം അവർ മാത്രമേ സ്വർഗത്തിൽ പോകും, അവർ മാത്രമേ സത്യമായിട്ടുള്ളൂ, ബാക്കിയുള്ള ക്രിസ്ത്യൻസ് ഏത് വിഭാഗക്കാരായിക്കോട്ടെ. ആദ്യമായിട്ടുണ്ടായ റോമൻ കാത്തലിക് ചർച്ചുകൾ പോലും, ഏറ്റവും കൂടുതൽ ചർച്ചസ് ഉള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചസ് പോലും ശരിയല്ല, IPCക്കാരാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഇതൊരു ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് പറയുന്നതല്ല, ചില സത്യങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഇത് പറയാൻ തന്നെ ഒരു കാരണമുണ്ട്. ഞാൻ ഈ ക്രിസ്ത്യാനിറ്റിയെ പറ്റി വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് എനിക്ക് ഭീഷണികളല്ല വരാറ്. പല മതങ്ങളെപ്പറ്റി പറയുമ്പോൾ അവർ പേഴ്സണലി മെസ്സേജ് അയച്ചോ കോൾ ചെയ്തോ ഒക്കെ പറയും, ഇനി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെട്ടിക്കളയും, കൊന്നുകളയും എന്നൊക്കെ. പക്ഷേ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് സൈക്കോളജിക്കലിയാണ്. ആ സൈക്കോളജിക്കലി എന്ന് പറയുമ്പോൾ പല രീതിയിൽ അവർ സൈക്കോളജി യൂസ് ചെയ്യാറുണ്ട്. മോനെ കുട്ട എന്താടാ നീ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് അവർ പേഴ്സണലി മെസ്സേജ് അയക്കും. അതായത് വളരെ സ്നേഹത്തോടെ, ഇത്രയും നല്ല മനുഷ്യർ വേറെ ഇല്ല എന്നുള്ള രീതിയിൽ, നീ എന്തിനാടാ നമ്മുടെ ക്രിസ്ത്യാനികളെ പറ്റി, പെന്തക്കോസ്തുകാരെ പറ്റി ഇങ്ങനെ ഹർട്ട് ചെയ്യുന്നത്, വൈ ഡോണ്ട് യു ചൂസ് അതർ ടോപ്പിക്സ്, വൈ ഡോണ്ട് യു റിസർച്ച് ഓൺ അതർ തിങ്സ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ നമ്മുടെ അടുത്ത് വരും. സോ അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ ശരിയാണ്, എന്തിനാണ്. അപ്പോൾ ആ ചോദ്യത്തിൽ നമ്മൾ ചിലപ്പോൾ വീണ് പോയേക്കാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ ഇത്രയും പെർസിക്യൂഷൻ, അതായത് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നത്? ഒരു പെന്തക്കോസ്തുകാരൻ സ്വന്തം നാടും വീടും ഭാര്യയും മക്കളെയൊക്കെ വിട്ടിട്ട്, ചിലപ്പോൾ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോയിട്ട് താമസിക്കുകയാണ്. അത് നിസ്സാര പൈസയ്ക്കാണ്. അവർക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ തന്നെ വെറും 5000 രൂപ 6000 രൂപയ്ക്ക് ആയിരിക്കും ഒരു മാസത്തെ. അതിനകത്തുനിന്ന് വാടകയും എല്ലാ ചിലവുകളൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ നല്ല രീതിയിൽ പഠിക്കാൻ
പഠിക്കേണ്ട കുട്ടികൾ അവിടെ പോയിട്ട് നരകിക്കുകയാണ്. അവരെന്താണ് അവിടെ ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും, ആ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ ഒരുപാട് പാസ്റ്റേഴ്സ് ഉണ്ടാവും. ആ പാസ്റ്റേഴ്സ് എല്ലാം ചെയ്യുന്നത് അവിടെ ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുക, ആ പരിപാടികളല്ല. കേരളത്തിൽ കാണുന്ന പാസ്റ്റേഴ്സിനെ പോലല്ല നോർത്ത് ഇന്ത്യയിലെ പാസ്റ്റേഴ്സ് ചെയ്യുന്നത്. എന്താണ്? ഒരു പാസ്റ്റർ ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുന്നു. ആ ഗ്രാമത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ടവർ താമസിക്കുന്ന ഗ്രാമമായിരിക്കാം, ദളിതരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമായിരിക്കാം. കാരണം കൂടിയ ജാതി എന്ന് അറിയപ്പെടുന്ന ആളുകളിലേക്ക് അടുത്തേക്ക് ചെല്ലാൻ വളരെ ഭയമാണ്. അവർ പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചിലപ്പോൾ അത് കയ്യാങ്കളിലേക്കും ചിലപ്പോൾ കൊല്ലപ്പെടാനുള്ള ചാൻസസും കൂടുതലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ പാസ്റ്റേഴ്സ് ഗ്രാമങ്ങളിലെ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, പതിയെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ സ്തോത്രം, ദൈവമേ ഇവരെ രക്ഷിക്കണമേ, ഇവർക്കുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെന്ന് പറഞ്ഞു അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ അവർക്ക് തോന്നുന്നു, കൊള്ളാലോ, നല്ല മനുഷ്യർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഒരാൾ വരുന്നു, പ്രത്യേകിച്ച് ഒരു മദ്രാസി, അതായത് മലയാളികൾ. അങ്ങനെ ആ ബന്ധം കുറച്ചുകൂടെ നല്ലതാവുന്നു. അങ്ങനെ പതിയെ അവരുടെ ആവശ്യങ്ങളനുസരിച്ച് അവർക്ക് പണമാണ് ആവശ്യമെങ്കിൽ പണം കൊടുക്കുന്നു, കമ്പിളിപ്പുതപ്പാണെങ്കിൽ കമ്പിളിപ്പുതപ്പ് കൊടുക്കുന്നു, അരിച്ചാക്കാണെങ്കിൽ അത് കൊടുക്കുന്നു. അങ്ങനെ പതിയെ ആ ബന്ധം വളരെ സ്ട്രോങ് ആവുന്നു. അവർ നോക്കുമ്പോൾ എൻ്റെ അമ്പലത്തിലെ പൂജാരിക്ക് പോലും ഇല്ലാത്തൊരു സ്നേഹം പുറം നാട്ടിൽ നിന്ന് വന്ന ഒരു വരത്തിന് എൻ്റെ അടുത്ത് തോന്നുന്നു. അതും വേറൊരു മതക്കാരന്. അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു, എനിക്ക് പണം നൽകുന്നു, എനിക്ക് അരിച്ചാക്ക് നൽകുന്നു, എനിക്ക് കമ്പിളിപ്പുതപ്പ് നൽകുന്നു, എനിക്ക് പുസ്തകങ്ങൾ തരുന്നു, എൻ്റെ മക്കളെ ഭയങ്കര സ്നേഹിക്കുന്നു. ഞങ്ങളെ തൊടാൻ പോലും ഇഷ്ടമില്ലാത്ത ആളുകളുള്ളപ്പോൾ ഇവർ വന്നിട്ട് ഞങ്ങളെ കുട്ടികളെ തോളത്തെടുത്ത് വെക്കുന്നു, ഇവരുടെ സംസാരിക്കുന്നു. എത്ര നല്ല മനുഷ്യരാണിവർ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഹൗ ദേ ആർ വാക്കിംഗ് ദേ. അങ്ങനെ ആ ബന്ധം വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നു. പതിയെ ആ സുവിശേഷ വേലക്കാരൻ, ആ പാസ്റ്റർ അവരുടെ അടുത്ത് പറയുന്നു, എന്തായാലും വെറുതെ ഇരിക്കല്ലേ, ചുമ്മാ നമ്മുടെ ചർച്ചിലോട്ടൊക്കെ വാ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എപ്പോഴും എനിക്ക് ഇങ്ങോട്ട് വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, അങ്ങോട്ട് വന്നാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും, നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. അങ്ങനെ അവർ ആ ചർച്ചിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു കൂട്ടം ആളുകളുണ്ട് അവിടെ, ഇവരെപ്പോലെ തന്നെ ഗ്രാമങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവരായിരിക്കാം. അങ്ങനെ ഇവരും പയ്യെ അവരിൽ ഒരാളായിട്ട് മാറുന്നു. ആർക്കും ബുദ്ധിമുട്ടില്ലാതെ, ഒരു പ്രശ്നങ്ങളില്ലാതെ, വളരെ ഈസിയായിട്ട് ഒരു ഫാമിലിയെ ഫുള്ള് കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യനാക്കി, പെന്തക്കോസ്തുകാരനാക്കി. ഇത്രയും ക്ലെവറായിട്ട്, ഇത്രയും സൈക്കോളജിക്കലി വർക്ക് ചെയ്യുന്ന ഒരു മതം ഉണ്ടാവില്ല. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ക്രിസ്ത്യാനിറ്റി എന്നത് വൺ ഓഫ് ദി ബ്രില്യൻറ്റ് സൈക്കോളജിക്കൽ ടെററിസ്റ്റുകളാണ്. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ക്രിസ്ത്യൻ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് സൈക്കോളജിക്കലി ബ്രില്യൻറ്റ് ടെററിസ്റ്റുകളാണ്. അതിന് ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളെ ക്രിസ്ത്യൻസ് ആക്കിയിട്ടുണ്ട്. ഈ ക്രിസ്ത്യൻസ് ആക്കിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പിന്നീട് ഇവർ ഈ ചർച്ചിൽ വരാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഇവർക്ക് കിട്ടാനുള്ളതൊക്കെ കുറയും. പക്ഷേ ഇവരെ ഹിന്ദുക്കളായിട്ടുള്ള ബന്ധുക്കളും അവരുടെ ഗ്രാമങ്ങളുമൊക്കെ ഇവരെ ഒഴിവാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ അത് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവാം. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ബീഹാറിലായിരിക്കുമ്പോൾ തന്നെ ഒരു കുട്ടി ചർച്ചിൽ വന്നതിനെ തുടർന്ന് ആ കുട്ടിയെ ഈ മത തീവ്രവാദികൾ, അതായത് ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള RSSും ശിവസേനയൊക്കെയുള്ള അങ്ങനെയുള്ള സംഘടനകൾ, സദാചാരവാദികൾ ആ കുട്ടിയുടെ ശരീരത്തിൽ മുഴുവൻ ആസിഡ് ഒഴിച്ച് ആ കുട്ടിയെ കൊന്നു കളഞ്ഞു. അപ്പോൾ അത് സംഭവിക്കാൻ ഇടയായത്, ആ കുട്ടിയെ ആദ്യമേ അവർ വാൺ ചെയ്തു, നീ ക്രിസ്ത്യൻ ആവരുത്, അവർ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും നീ കൺവേർട്ട് ആവരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ചർച്ചുകാർ മോട്ടിവേറ്റ് ചെയ്തു, മോനെ ദൈവം രക്ഷിക്കും, ദൈവം എല്ലാം നോക്കിക്കോളും എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ മോട്ടിവേറ്റ് ചെയ്തു. ആ കുട്ടി ചർച്ചിലേക്ക് വന്നു. കുറേ നാളുകൾ വരാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് മത തീവ്രവാദം അങ്ങ് പീക്ക് ലെവലിലെത്തി. അവർ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. വെറുതെ സ്വന്തം മതത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അവരുടെ വിശ്വാസപ്രകാരം ഹാപ്പിയായി പോയിക്കൊണ്ടിരുന്ന ആളുകൾ, ഒരു കുഴപ്പവുമില്ലാതിരുന്ന ആളുകൾ, അവരെ മത തീവ്രവാദത്തിന് ഇരയാക്കി കൊടുത്തത് ഈ പെന്തക്കോസ്തുകാരാണ്. സർവോപരി ഈ സുവിശേഷ വേലക്കാരാണ്, ഇൻക്ലൂഡിങ് മൈ ഫാദർ, ഇൻക്ലൂഡിങ് മീ. ഈയിടയ്ക്ക് UP വെച്ച് മതപരിവർത്തനം നടത്തിയെന്ന പേരിൽ ഒരു പാസ്റ്ററിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് എൻ്റെ പപ്പയുടെ ഒരു ഫ്രണ്ടാണ്. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. പക്ഷേ ഒരൊറ്റ പെന്തക്കോസ്തുകാർ പോലും അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹത്തിനെ പുറത്തിറക്കാൻ വേണ്ടി 50,000 രൂപ വേണമെന്ന് ആ പോലീസുകാർ ആവശ്യപ്പെട്ടു. ലക്ഷങ്ങളും കോടികളും ആവശ്യമുള്ള ഒരൊറ്റ പെന്തക്കോസ്തുകാരോ ഒറ്റ പാസ്റ്റേഴ്സോ പോലും തിരിഞ്ഞു നോക്കിയില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞത്, പാസ്റ്റർമാരായ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരും.
അങ്ങനെ പറഞ്ഞവർ തന്നെ 3 ലക്ഷം 5 ലക്ഷം മുടക്കിയിട്ടാണ് അവരുടെ ബിഷപ്പ് പട്ടം അവരുടെ തോളത്ത് കയറ്റി വെച്ചേക്കുന്നത്. ഈ പെന്തക്കോസ്തുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? എനിക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക, എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ പള്ളിയിൽ ചെന്നിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ പഠനത്തിന് ഇത്ര പ്രശ്നങ്ങളുണ്ട്, എനിക്ക് കുറച്ച് ലോണുണ്ട്, എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുക എന്ന് വിചാരിക്കുക. അവിടെ കോടികളുടെ ആസ്തിയുള്ള, കോടികൾ ബാങ്ക് ബാലൻസ് ഉള്ളവൻ പോലും എഴുന്നേറ്റ് നിന്നിട്ട് പറയും, ഞാൻ പ്രാർത്ഥിക്കാൻ നിനക്ക് വേണ്ടിയിരുന്നു. ഈയിടയ്ക്ക് ഒരു പാസ്റ്റർ ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് നമ്മുടെ പെന്തക്കോസ്ത് വിഭാഗത്തിലെ കുട്ടികളുടെ അവസ്ഥയെ പറ്റിയാണ്. ആ അവസ്ഥ ഇതാണ്, മറ്റൊന്നുമല്ല ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള, സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഒരു ജീവിതം. എവിടെയെങ്കിലും എത്തുമോ അതുമില്ല, നശിച്ച് നാരണക്കല്ലായി, ഒന്നിനും കൊള്ളാത്ത, ഒരു ഗതിയും പരഗതിയുമില്ലാത്ത, എവിടെയും എത്തിച്ചേരാത്ത, സാമ്പത്തികമായിട്ടൊരു ഭദ്രതയില്ലാത്ത, ബുദ്ധിമുട്ടുകളുള്ള, പട്ടിണിയുള്ള, ലോഡുകളുള്ള, EMIകളുള്ള ഒരു കുടുംബമായിട്ട്, ഒരു വിഭാഗമായിട്ട് പെന്തക്കോസ്ത് കുടുംബം മാറിയിരിക്കുന്നു. ഈയിടയ്ക്കൊരു പെന്തക്കോസ്ത് പാസ്റ്റർ ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് നമ്മുടെ പെന്തക്കോസ്ത് വിഭാഗത്തിലെ കുട്ടികൾ അനുഭവിക്കുന്ന അവസ്ഥയെപ്പറ്റിയാണ്. ആ അവസ്ഥയിൽ ഞാനും ഉൾപ്പെടുന്ന ഒരാളാണ്. അതായത് ഈ പെന്തക്കോസ്തുകാർ ദൈവവേലയെന്നും പറഞ്ഞ് മക്കളെ പഠിപ്പിക്കത്തില്ല. പഠിപ്പിച്ചാൽ തന്നെ അവരെ പഠിച്ച് ജോലിക്ക് വിടത്തില്ല. ഇവർ ജനിച്ചപ്പോൾ തന്നെ ഇവരെ കൊണ്ടുവന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിലോട്ട് വെച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ദൈവമേ, ഇത് നിൻ്റെ മണവാട്ടിയാണ്, നിനക്ക് വേണ്ടി ഇവൻ സുവിശേഷ വേലയ്ക്ക് പോകാമെന്ന്. അവൻ ജനിച്ചു വീണ അന്ന് മുതലേ അവൻ്റെ ഉള്ളിലേക്ക് ഈ പോയിസൺ, ഈ മത തീവ്രവാദം കുത്തിവെച്ച് അവൻ അവസാനം പാസ്റ്ററാവുന്നു. അങ്ങനെ അവൻ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു, അവൻ ഒരുപാട് കുട്ടികളെ കൺവേർട്ട് ചെയ്യുന്നു, കൗൺസിലിംഗ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് പ്രസംഗിക്കുന്നു, യേശുവിനെ പറ്റി വഴി സൈഡിലിരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നു, ഒരുപാട് പാട്ടുകൾ പാടുന്നു. അങ്ങനെ അവനിങ്ങനെ വളർന്നു വന്ന് അവനൊരു കല്യാണം കഴിക്കുന്ന പ്രായമാവുന്നു, അവന് എവിടുന്നും ഒരു പെണ്ണിനെ കിട്ടുന്നു, അവളും വിശ്വാസി, അവരിങ്ങനെ അവരങ്ങനെ ഒരുമിച്ച് ചേർന്ന് വളരെ വിശ്വാസത്തിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇയാളുടെ കയ്യിൽ ഒരു ആശുപത്രി ചെലവിനും പോലുമുള്ള പണം ഉണ്ടാവില്ല, വണ്ടിക്കൂലിക്ക് പോലും അയാളുടെ കയ്യിൽ പണം ഉണ്ടാവില്ല. പണമുള്ളവനാണെങ്കിലോ കൊടുക്കത്തുമില്ല. ഇവർക്ക് മര്യാദയ്ക്ക് മറ്റുള്ളവരെ പോലെ പഠിക്കാൻ പറ്റുന്നില്ല, മര്യാദയ്ക്ക് മറ്റുള്ളവരെ പോലെ പഠിച്ച് ജോലിക്ക് കയറാൻ പറ്റുന്നില്ല. അവിടെയെല്ലാം വിശ്വാസം കുത്തിക്കയറ്റി അവരുടെ ലൈഫ് നശിപ്പിച്ചു കളഞ്ഞു. അതിൽ ഒരാളാണ് ഞാൻ ഇതുവരെ എൻ്റെ സ്വന്തം വീട്ടിൽ താമസിച്ചിട്ടില്ല. കാരണം എന്താണ്, എൻ്റെ വീട്ടുകാരും പള്ളിക്കാരൊക്കെ വിശ്വസിക്കുന്നത് ഇവിടെ വീട് കിട്ടിയില്ലെങ്കിൽ എന്താ സ്വർഗത്തെ വീട് കിട്ടില്ല എന്നാണ്. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും പെന്തക്കോസ്തുകാരോ ക്രിസ്ത്യാനികളോ മതത്തിൽ അടിമയായിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് വേണം നിൻ്റെ മതത്തിനെ കിടത്ത് തലയിൽ വെക്കാൻ. എഡ്യൂക്കേഷൻ ഉണ്ടായി നല്ല രീതിയിൽ പഠിച്ച് PGയോ PhDയോ ഏത് ലെവൽ വരെ വേണമെങ്കിലും പോവുക, എന്നിട്ട് നല്ലൊരു ജോലി കയറുക, നല്ലൊരു വരുമാനം ഉണ്ടാക്കുക, നല്ല രീതിയിൽ ജീവിക്കുക. ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നിനും കൊണ്ടുവെക്കരുത്. നിൻ്റെ ലൈഫ് മതത്തിന് വേണ്ടി, മതപരിവർത്തനത്തിന് വേണ്ടി, മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ യേശു എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേജിൽ പ്രസംഗിക്കാൻ വരുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ വർഷിപ്പ് ലീഡറായിട്ട് മുൻപോട്ട് വരുന്നുണ്ട്. പലരും ഡോക്ടർ ജോലിയൊക്കെ രാജിവെച്ച്, എൻജിനീയർ ജോലിയൊക്കെ രാജിവെച്ച്, ബാങ്ക് ജോലിയൊക്കെ രാജിവെച്ച് യേശുവിന് വേണ്ടി ഇറങ്ങുന്നു. പാട്ടുകൾ എഴുതുന്നു, പാട്ട് കമ്പോസ് ചെയ്യുന്നു, പാട്ടുകൾ അങ്ങനെ യൂട്യൂബ് വഴി, ഫേസ്ബുക്ക്, ഇൻസ്റ്റ വഴിയൊക്കെ ഇങ്ങനെ പറഞ്ഞും വിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്ത് പ്രയോജനമാണ്? നല്ലൊരു ലൈഫാണ്, നല്ലൊരു ജോലി, നല്ല സാമ്പത്തിക ഭദ്രതയുള്ളൊരു ലൈഫാണ് നശിപ്പിക്കുന്നത്. അനുഭവം കൊണ്ട് പറയാണ്, അവസ്ഥ കൊണ്ട് പറയാണ്. ഈ പറയുന്ന വിശ്വാസികൾ ആരും നിനക്കുണ്ടാവില്ല. നിനക്കൊരവസ്ഥ വന്നാൽ, നിനക്കൊരു അപകടമോ രോഗമോ എന്തെങ്കിലും വന്നാൽ ഈ വിശ്വാസികളോ ഈ വിശ്വാസമോ ഈ ദൈവമോ ഒരു തേങ്ങ നിൻ്റെ കൂട്ടത്തിലുണ്ടാവില്ല. അവിടെ നിനക്ക് വേണ്ടത് പണമാണ്, അവിടെ നിനക്ക് വേണ്ടത് സാമ്പത്തിക ഭദ്രതയാണ്. അതില്ലെങ്കിൽ നീ ജീവിച്ചിരുന്നിട്ട് നിനക്കെന്തെങ്കിലും സംഭവിച്ചിട്ട് ഈ പ്രാർത്ഥനയും മതപരിവർത്തനവും മതപ്രചാരണമൊക്കെ നടത്തിയിട്ട് എന്ത് തേങ്ങ കിട്ടാനാണ്? ഒരു അസുഖം വന്നാൽ അടുത്തുള്ള പള്ളിയിലേക്ക് പോകാതെ അകലെയുള്ള ആശുപത്രിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ, പള്ളിക്കാർ, പാസ്റ്റർമാർ ആരും നിൻ്റെ കൂടെ ഉണ്ടാവില്ല. അവർ വല്ലപ്പോഴും ഒരു ഹെൽപ്പ് ചെയ്യും എന്നല്ലാതെ എത്ര നാൾ നിൻ്റെ കൂട്ടത്തിലുണ്ടാവും? ഒരു അപകടം ഉണ്ടായാൽ കുറച്ച് പൈസ തന്ന് സഹായിക്കുമായിരിക്കാം, പിന്നീട് അവരൊന്നും ഉണ്ടാവില്ല. സ്വന്തമായിട്ട് നിലനിൽക്കണം, സ്വന്തമായിട്ടൊരു ജോലി വേണം,
സ്വന്തമായിട്ട് നല്ലൊരു എഡ്യൂക്കേഷൻ വേണം. ഇനിയെങ്കിലും ലോകത്തെ കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിക്കൂ. സയൻസ് ഇത്രയും വളർന്നിട്ടും മതത്തിന് അടിമയായി പോവാതിരിക്കൂ. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ആരെങ്കിലും ഒരു തിരിച്ചറിവുണ്ടായി മതം വിടണമെന്നോ നിരീശ്വരവാദി ആവണമെന്നല്ല ഞാൻ പറയുന്നത്. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കൂ. നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും മതത്തിൽ ഇങ്ങനെ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ, മതത്തിൽ ട്രാപ്പായി പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നിങ്ങൾ രക്ഷപ്പെടുത്തും. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമാകട്ടെ. നിങ്ങളുടെ മതവിശ്വാസിയായിട്ടുള്ള തീവ്രവാദിയായിട്ടുള്ള ഫ്രണ്ടിന് അയച്ചു കൊടുക്കാൻ മറക്കണ്ട. പെന്തക്കോസ്തുകാരെ, നിങ്ങളുടെ തലമുറകൾ എന്തായിത്തീരും, എവിടെ ചെന്ന് ചേരും എന്ന് നിങ്ങൾ അല്പമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വേറൊരു വ്യക്തിയെ കൂടെ കർത്താവിനോട് പറയുന്നത് അയാൾക്ക് സംഗീതവുമായി എന്തൊക്കെയോ ബന്ധമുള്ളത് പോലെ പരിശുദ്ധാത്മാവ് മോനെ കർത്താവ് എന്നെ കാണിക്കുന്നു, നിനക്ക് ഭയങ്കരമായിട്ട് ചിറക് മുളയ്ക്കുന്നത് ഞാൻ കാണുകടാ. നീ രഹസ്യമായിട്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഞാൻ പരസ്യമായിട്ട് പറയട്ടെ. എന്റെ ഫോട്ടോ ഈ ഫ്ലെക്സെ കണ്ടപ്പോൾ കർത്താവ് എന്നെ ഇതേപോലെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചോ ഇല്ലയോ? എന്നോട് ഇപ്പൊ പറയണം. കർത്താവ് പറയാം, നിന്നെ ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എത്ര പേർ ഇതിനകത്തുണ്ട്, എത്ര പേര് ഇതിനകത്തുണ്ട്? വീണ്ടും ഞാൻ ഒരാളെ കാണുകയാണ്. എന്നെ കർത്താവ് കാണിക്കുന്നത് സെപ്റ്റംബർ മാസവുമായി ബന്ധപ്പെട്ട് അയാൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്. സെപ്റ്റംബർ മാസവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? സെപ്റ്റംബർ മാസത്തിൽ ബർത്ത്ഡേ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം. എഴുന്നേറ്റ് നിൽക്കുന്ന നിൽപ്പിൽ എന്നോട് കർത്താവ് പറയുന്നത്, ഈ 2 ദിവസത്തെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യം, ഞാൻ ഇനിയും ഇങ്ങനെ പോകണോ? ഞാൻ ഈ ചോദിച്ച ചോദ്യം ശരിയാണോ? ഈ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. കർത്താവ് മറുപടി തരികയാണ്. ഇങ്ങനെ മുമ്പോട്ട് പോകാനല്ല, അടുത്തൊരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വേർതിരിക്കുകയാണ്. എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് വേറൊരു വ്യക്തിയെ കൂടെ കർത്താവിനോട് പറയുന്നത് അയാൾക്ക് സംഗീതവുമായി എന്തൊക്കെയോ ബന്ധമുള്ളത് പോലെ പരിശുദ്ധാത്മാവ് എൻകൗണ്ടർ. ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. സംഗീതവുമായി ബന്ധപ്പെട്ട് കർത്താവിനോട് അങ്ങനെ തന്നെ പറയാൻ പോകുന്നു. എന്നെപ്പോലെ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഒരു അഭിഷേകം. അവിടെ ഒരു ബാലൻ ഓർഗൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. അവനെക്കുറിച്ചായിരിക്കും. അവൻ്റെ മാതാപിതാക്കൾ അവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവൻ ഓർഗനും വാങ്ങിച്ച് പറയ്ക്കൊണ്ട് അവൻ ആ പള്ളിയിൽ നിന്ന് കൊണ്ടുപോവുക. ഞാൻ മാതാപിതാക്കളോട് കയറി പറയുന്ന ഒരു കാര്യമാണ്, 10-15 വർഷമെങ്കിലും ഉപവാസങ്ങളും ഉണർവ് യോഗങ്ങളും കൺവെൻഷനൊക്കെ നടത്തിയ ഒരു മനുഷ്യനാണ് ഞാൻ. ഈ ഓർഗൻ വായിച്ചവരും പാഡ് വായിച്ചവരും പാടിയവരും ഈ മ്യൂസിക്കുമായിട്ട് തീർന്നവരാരും രക്ഷപ്പെട്ട ചരിത്രം കണ്ടിട്ടില്ല. കാര്യം പ്രോഗ്രാമുകളില്ല, വരുമാനമില്ല, കടം കയറി കടക്കിണിയിലായ ജീവിതം തകർന്നു. നിങ്ങളുടെ മക്കളെ അങ്ങനെ ആക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവൻ്റെ മ്യൂസിക്കിൻ്റെ പിറകെ പോവുക. അതുകൊണ്ട് നന്നായിട്ട് പഠിപ്പിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വിദ്യാഭ്യാസവും സ്വന്തം വരുമാനവും ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പെന്തക്കോസ്തുകാരെ, ഞാൻ നിങ്ങൾക്ക് തരുന്ന മുന്നറിയിപ്പാണിത്. ഈ പ്രസംഗിച്ചവൻ്റെ ഭാവി, ഈ എൻകൗണ്ടർ നടത്തുന്നവൻ്റെ ഭാവി എൻ്റെ മാതാപിതാക്കളായിട്ട് ഇല്ലാതായി കഴിഞ്ഞു. ഇവന് ഭാവിയില്ല. ഇത്രയും പറയാൻ ചങ്കുറപ്പെനിക്കുണ്ടെന്ന് പറഞ്ഞാൽ 52 വർഷത്തെ പെന്തക്കോസ്തു പാരമ്പര്യം പറയാനുള്ള ഒരു പാസ്റ്ററാണ്. ശമൂവേൽ ബാലന്റെ വിളി വേറെ ഒന്നിനും രക്ഷയില്ല. ശുശ്രൂഷയാണ് തങ്കേ സാറേ നിങ്ങളുടെ മക്കൾക്കുള്ളത്. അങ്ങനെ രണ്ടുപേരുടെയും വിദ്യാഭ്യാസത്തിന് അടിത്തറ തകർത്ത് കളഞ്ഞ കപട പെന്തക്കോസ്ത് സമൂഹത്തിനെയാണ് ശരിയായ പെന്തക്കോസ്തുകാരല്ല പറയുന്നത്. കപട പെന്തക്കോസ്തുകാരെ ചൂലെടുത്തടിച്ച് വെളിയിലിറക്കണം. നിങ്ങളുടെ പയ്യന്മാരുടെ വിദ്യാഭ്യാസം പോകും, ജീവിതം തകരും. ഒരു കാലഘട്ടം തിരിച്ചറിവ് വരുമ്പോൾ ഈ പയ്യന്മാർ നിങ്ങൾ മാതാപിതാക്കളെ കുറ്റം പറയും. മാതാപിതാക്കളുടെ അന്ധതകളാണ്. ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടും വണ്ണം ജോലിയില്ല, വേണ്ടും വണ്ണം വിദ്യാഭ്യാസമില്ല. അവസാനം ഗതിമുട്ടി ഇവനെപ്പോലെ എൻകൗണ്ടർ, അത് ഇത് ചപ്പ് ചവറ് പേര് പറയൽ പരിപാടി നടത്തി കുറേ കാലം ജീവിക്കും. വിവരമുള്ളവന്മാർ പ്രതികരിച്ച് തുടങ്ങുമ്പോൾ അവൻ്റെ വയറ്റിപ്പാട് മുട്ടുന്നതോടുകൂടെ അവൻ പലതും ചിന്തിക്കും. ഒന്നുമല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കളെ 10 തെറി പറയും മരിക്കുന്നതിന് മുമ്പ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പാരമ്പര്യ പെന്തക്കോസ്തിൻ്റെ കാര്യഗൗരവമായ അനുഭവങ്ങളെ പഠിച്ചവൻ തുറന്നു പറയുന്നു. ഇന്നും എനിക്ക് സഭയുണ്ട്, ഞാൻ സഭാപ്രവർത്തനം നടത്തുന്നുണ്ട്, സന്തോഷമായിട്ട് പോകുന്നുണ്ട്.